ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. അഞ്ചൽ ഗവൺമെന്റ് LPSലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. നടപടി എടുക്കാമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. പ്രീ പ്രൈമറി വിദ്യാർത്ഥിയെ അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചത്. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ബഷീർ നോവലിലെ കഥാപാത്രത്തിന്റെ വേഷത്തിൽ സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ അധ്യാപിക അപമാനിച്ചതായാണ് പരാതി. വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ട രക്ഷിതാക്കൾ സ്കൂളിലെത്തി വിവരം അന്വേഷിച്ചപ്പോൾ കുട്ടിക്ക് TC കൊടുത്ത് പറഞ്ഞുവിടുകയായിരുന്നു. ഇതേ തുടർന്ന് രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രഥമാധ്യാപിക, അധ്യാപിക എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐ SFI പ്രതിഷേധം. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കാമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. സ്കൂളിൽ നടന്ന ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിക്കുകയും അവരൊരു പരാതി നൽകുകയും ചെയ്തു. ആ പരാതി പരിശോധിക്കുകയും ബന്ധപ്പെട്ട സ്കൂൾ HMനെയും ബന്ധപ്പെട്ട ടീച്ചറിനെയും നോട്ടീസ് നൽകിക്കൊണ്ട് വിശദീകരണം ആവശ്യപ്പെടുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിശദീകരണം കിട്ടുന്ന മുറയ്ക്ക് തന്നെ സ്കൂളിലെ PTAയും SMCയും ഇതുമായി ബന്ധപ്പെട്ട മറ്റധ്യാപകരുണ്ടെങ്കിൽ അവരുമായി കൂടിയാലോചന നടത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി DOയ്ക്ക് താമസവിന നൽകും എന്നാണ് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർക്ക് നൽകിയ ഉറപ്പ്. ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ്, സെക്രട്ടറി ഷൈൻ ബാബു, SFI ഏരിയ പ്രസിഡന്റ് ഫൈസ്, സെക്രട്ടറി അതുൽ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ്, ഗോകുൽ, സംഗീത, വിഷ്ണു, നജുമൽ, ശ്രീരാജ്, സച്ചിൻ, ഷാൻ, കൃഷ്ണജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ അഞ്ചലിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് LP സ്കൂളിൽ കഴിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഈ സ്കൂളിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കളും അറിയിപ്പ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നോവലിലെ ആളുകളുടെ വസ്ത്രധാരണത്തിലടക്കം അവിടെ സ്കൂളിലേക്ക് വരാനായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സ്കൂളിൽ നിന്ന് അധികൃതർ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് LKGയിൽ അവിടെ പ്രീ പ്രൈമറിയിൽ പഠിക്കുന്ന 5 വയസ്സ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയെ അവിടുത്തെ ഒരു അധ്യാപിക വളരെ മോശമായി മാനസികമായി പീഡിപ്പിക്കുന്ന നിലയുണ്ടായി. സ്കൂളിലേക്ക് മുണ്ടെടുത്തുകൊണ്ടാണോ വരുന്നത്, നിന്റെ അടുത്ത് ആര് പറഞ്ഞു മുണ്ടെടുത്തുകൊണ്ട് വരാൻ എന്നൊക്കെ ഓരോ തിട്ടൂരങ്ങൾ ആ ടീച്ചർ ഇറക്കുമ്പോൾ ആ അധ്യാപകർ തന്നെ അവിടുന്ന് അറിയിപ്പ് കൊടുത്തിട്ടാണ് അവർ ഈ നിലയിലേക്ക് ഈ പറഞ്ഞ പോലുള്ള ഈ നോവലിലെ ആളുകളുടെ ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ടീച്ചർ അങ്ങനെ പറയുകയും അത് അറിഞ്ഞു വന്നിട്ടുള്ള രക്ഷകർത്താക്കളോട് വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ട് ആ സ്കൂളിൽ പഠിച്ച ഈ രക്ഷകർത്താക്കളുടെ 3 കുട്ടികൾക്കും TC കൊടുത്തു വിടുന്ന അടക്കമുള്ള സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ ടീച്ചറിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള പരാതികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട് എന്ത് കഴിക്കണം, എന്ത് ഉടുക്കണം എന്നൊക്കെ പല ആളുകളും തീരുമാനിക്കുന്നത്. ആ പരിപാടിയൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല, ഈ അഞ്ചലിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല. അതെല്ലാം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സാധാരണക്കാരന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന SFIയും DYFIയും ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ നിലയിലുള്ള ഒരാളുടെയും തിട്ടൂര ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.